ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറയൂട്ടോ. സാറ് ഞാൻ വിളിച്ചിട്ടുണ്ട്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങളിന്ന് രക്ഷപ്പെടുത്താം. ചുരമല്ല എവിടെയാണ്? ചുരമല സ്കൂളിന്റെ അവിടെ മേലേന്ന് മറിഞ്ഞു വീണ് പോന്നതാ. ആണോ? വീട്ടിലൊക്കെ വെള്ളമാണ്. ഒന്ന് ആരോടെങ്കിലും ഒന്ന് നിങ്ങളൊന്ന് പറ. മഴ തിമിർത്തു പെയ്യുകയാണ് പേമാരി കണക്കെ. പുഴയപ്പാടിയിലെയും ചെമ്പോത്തറയിലെയും ഒക്കെ ബന്ധുക്കൾ വിളിക്കുന്നുണ്ട്. മുണ്ടക്കയിൽ നിന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ. രാത്രിയല്ലേ, നാളെയാകട്ടെ എന്ന് കരുതി. എന്നാലും സുരക്ഷിതമായിരിക്കാമെന്ന ചിന്തയിൽ പള്ളിക്ക് സമീപമുള്ള ക്വാർട്ടേഴ്സിലേക്ക് 12 പേരും മാറി. കണക്ക് കൂട്ടലുകൾ തെറ്റി. ഉരുൾ മുണ്ടക്കൈ ഗ്രാമത്തെ വിഴുങ്ങി കടന്നുപോയി. സുധീന്റെ വീട്ടിലുണ്ടായിരുന്നവരിൽ 6-ൽ 5 പേരും ജ്യേഷ്ഠന്റെ കുടുംബത്തുണ്ടായിരുന്നവരിൽ 6-ൽ 4 പേരും കാണാമറയത്ത്. പള്ളിക്കു സമീപത്ത് നിന്ന് ജ്യേഷ്ഠന്റെ ഭാര്യാമാതാവിനെയും മൂത്ത മകൻ മുഹമ്മദ് ഹാനിയെയും പിറ്റേന്നു രാവിലെ കണ്ടെത്തി. 12 വയസ്സുകാരൻ മുഹമ്മദ് ഹാനി കമ്പികളിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഹാനിയിലേക്ക് വിരൽ ചൂണ്ടിയതാകട്ടെ ചെളിയിൽ പുതച്ചു കിടച്ച 5 വയസ്സുകാരൻ. വയനാട് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതി രൂപരേഖയ്ക്ക് അംഗീകാരം. ചെലവിൽ കൽപ്പറ്റയും നെടുമ്പായിലും ടൗൺഷിപ്പ് നിർമ്മിക്കും.